നമസ്കാരം. എന്തൊക്കെ മേളമായിരുന്നു 2025-ൽ ദിലീപിന്റെ കംബാക്ക് ആണ്. ബബബബ 100 കോടി ക്ലബിൽ കയറും, ഇതൊരു ചരിത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അവസാനം ഒരു സിനിമ ചരിത്രമായിട്ടുണ്ട്, ഒരാള് കംബാക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷെ ആളുടെ പേര് നിവിൻ പോളി എന്നാണ്, സിനിമയുടെ പേര് സർവമായ എന്നാണ്. സിനിമ ഇപ്പോ 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ചിലതൊക്കെ ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണല്ലേ. വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം, ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളാണ് ഈ ഭപ്പ ഭപ്പ എന്ന് പറയുന്ന ദിലീപ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ സിനിമയും അജു വർഗീസ് നിവിൻ പോളി കൂട്ടുകെട്ടിലിറങ്ങിയ സർവമായ എന്ന് പറയുന്ന സിനിമയും. ഭപ്പ ഭപ്പ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ തുടക്കം മുതൽ തന്നെ ആളുകൾ എടുത്ത ഒരു നിലപാട് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. സിനിമ നല്ലതാണെങ്കിലും കൊള്ളില്ലെങ്കിലും ഞങ്ങൾ തിയേറ്ററിൽ പോകില്ല എന്നൊരു നിലപാട് ഒരു വലിയ വിഭാഗം നിലപാടുള്ള നട്ടലുള്ള ആളുകളൊക്കെ സ്വീകരിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ സിനിമ തിയേറ്ററിലെത്തിയ ശേഷം കണ്ട ആളുകളൊക്കെ, അതായത് ഈ ദിലീപിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഇറങ്ങിയ ശേഷം എന്താണ് പറഞ്ഞത്? അതായത് പോക്ക, ഒരു കംബാക്കും ഇല്ല, ഇനി നമുക്ക് അടുത്ത പടത്തിൽ നോക്കാം എന്നൊക്കെയാണ് ദിലീപിനെ പൊക്കി പിടിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. പിന്നെ ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട്, PR ചെയ്യുന്ന, പൈസയൊക്കെ മേടിച്ചിട്ട് കുറച്ച് തള്ളി മറിക്കുന്ന ആളുകൾ. അവരെന്താ പറഞ്ഞത്? ഇതുപോലൊരു സിനിമ ഇറങ്ങിയിട്ടില്ല. ബപ്പ ഭപ്പ എന്ന് പറയുന്ന സിനിമ ഇപ്പോ 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറും, 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറും, വേറെ ലെവല് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറി, 5 ദിവസം കൊണ്ട് പടം വാഷ് ഔട്ടായി, തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു, സിനിമ കാണാൻ ആള് വരാത്ത അവസ്ഥയായി. അങ്ങനെ 5 ദിവസം കഴിഞ്ഞിട്ടേക്കും തകർന്നടിക്കും. പക്ഷെ ബപ്പഭ എന്ന് പറയുന്ന സിനിമയെ പറ്റി പറഞ്ഞത് സർവമായയുടെ കാര്യത്തിൽ എന്തായാലും കറക്റ്റ് ആയി കേട്ടോ. സർവമായ 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലും 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലും കയറി. ഒന്ന് ആലോചിച്ച് നോക്കണേ. ദിലീപ് മോഹൻലാലിനെയും കൊണ്ടുവന്ന പടത്തിൽ ഒരു കംബാക്ക് നടത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടും തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ എത്രത്തോളം ദിലീപിനെതിരെ ഒരു ജനരോഷമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ലാലേട്ടൻ അഭിനയിച്ചിട്ട് പോലും ലാലേട്ടൻ ആരാധകർ, എനിക്ക് ലാലേട്ടൻ വലിയ ഇഷ്ടമുള്ള വ്യക്തിയാണ്, ഞാൻ പോലും പോയില്ല എന്നതാണ്. അതായത് ഒരാൾ പോലും, മോഹൻലാൽ ആരാധകർ പോലും പോയില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ കാഴ്ച നമ്മൾ കാട്ടിത്തരുന്നത്. മാത്രമല്ല, ഈ സിനിമ ഡാമേജ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ലാലേട്ടൻ അടക്കം എന്താണ്, ദിലീപിനെ പോലെ ഒരു വ്യക്തിയുടെ ഒപ്പം സ്ക്രീൻ പങ്കിട്ടു എന്നത് തന്നെ ലാലേട്ടന് വലിയ ക്ഷീണമായി. അതായത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ ദിലീപിനൊപ്പം അഭിനയിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹം ആർക്കൊപ്പമാണ് എന്ന ചോദ്യങ്ങളൊക്കെ സിനിമ ഇറങ്ങിയ ശേഷം ഉയരാൻ തുടങ്ങി. സിനിമ തിയേറ്ററിലെത്തിയ ശേഷം ലാലേട്ടനോടും കട്ട കലിപ്പായിരുന്നു പല സ്ത്രീകൾക്കും. അതൊക്കെ പലരും പ്രകടിപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ എന്താണ്, നിവിന്റെ കേസിൽ എന്താണ് നടന്നത്? സിനിമ കയറി കുളത്തിന്ന് കണ്ടപ്പോ കുറെ ദിലീപ് ഫാൻസ് അസോസിയേഷനിലെ കുറെ ടീമുകൾ കുറെ കമന്റ് ഒക്കെ ഇടുന്നു, കുറെ പ്രതികരണങ്ങൾ നടത്തുന്നു. പറയുന്ന പോലെ പടം സർവമായ അത്ര പോരാ, നിങ്ങളൊക്കെ ബപ്പഭയിൽ കയറി ഒന്ന് പടം കണ്ടു നോക്കണം, ബപ്പഭ ഒരു വലിയ രീതിയിൽ തന്നെ ഒരു തിയേറ്റർ എഫക്റ്റ് ഉള്ള പടമാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള ഗീർവാണമടിയായിരുന്നു. പക്ഷെ അതിനു മുമ്പിലൊന്നും സർവമായ തോറ്റില്ല. സർവമായ ആഘോഷമാക്കി ജനങ്ങൾ മാറ്റി. സർവമായ അങ്ങനെ നിറഞ്ഞ സദസ്സിൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1 മണിക്കൂറിൽ 10,000-നും കൂടി ടിക്കറ്റുകളൊക്കെയാണ് വിറ്റുപോകുന്നത്. അപ്പോൾ അത്രത്തോളം ഒരാഴ്ച കഴിയുമ്പോഴും സിനിമ പഴയതിനേക്കാൾ ഹൈപ്പിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നല്ല സിനിമയാണെങ്കിൽ, നല്ല നിലവാരമുള്ള ആളുകളൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ ഇങ്ങനെ സിനിമ കാണാനൊക്കെ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണേ, നിവിൻ പോളി എന്ന് പറയുന്ന നടന്റെ കുറെ പടങ്ങൾ പൊട്ടാൻ തുടങ്ങിയപ്പോൾ, അദ്ദേഹം ഇത്തിരി വണ്ണം വെച്ചപ്പോൾ ചില ആളുകൾ ബോഡി ഷേമിംഗ് നടത്തി. നിവിൻ പോളിക്ക് പ്രായമായി, പഴയൊരു ക്യൂട്ട് ഒന്നും ഇല്ല അപ്പൊ ഫേസില്. മാത്രമല്ല, നിവിൻ പോളിയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ വിധി എഴുതിയ ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അയാൾ സിനിമ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഡിസംബറിൽ തിയേറ്ററിൽ എത്തിയിട്ടുള്ള ഈ അദ്ദേഹത്തിന്റെ സർവമായ എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബപ്പഭ PR ടീമൊക്കെ നടത്തിയതുപോലെ, അല്ലെങ്കിൽ ബപ്പഭ ഫാൻസ് നടത്തിയതുപോലുള്ള വലിയ തള്ളലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തള്ളലും ഇല്ലാതെ തിയേറ്ററിലെത്തിയ പടമാണ് സർവമായ. ആദ്യ ഷോ കഴിഞ്ഞോടുകൂടി തന്നെ തിയേറ്ററുകളുടെ ലിസ്റ്റ് കൂടുന്നു, ഷോസ് കൂടുന്നു, ഷോസ് കൂടുന്നു. അങ്ങനെ സർവമായ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു ബെസ്റ്റ് പടമായി മാറിയിരിക്കുന്നു. ഇനി വരും കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു സിനിമ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? അത്രത്തോളം ഫീൽ ഗുഡ് പടമാണ്, അത്രത്തോളം എന്താ പറയാ, ഒരുപാട് നന്മയുള്ള ഒരു സിനിമയാണ്, എല്ലാവരും ഹൃദയം കീഴടക്കിയ ഒരു സിനിമയാണ്. ഇനി നിവിൻ പോളിയുടേതായിട്ട് ഇറങ്ങാനിരിക്കുന്ന പടങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ്. അദ്ദേഹം ഇനി ഈ രീതിയിൽ തന്നെ സിനിമയിൽ തുടരട്ടെ, അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിവിൻ പോളിയെ നമ്മൾ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ഇതുപോലെ ഒന്നും ദിലീപിനെ കാണാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല.
ദിലീപിന്റെ സിനിമ ഇറങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ അറപ്പും വെറുപ്പും ഒക്കെയാണ് തോന്നുന്നത്. ആ ലെവലിലേക്ക് അയാൾ തന്നെ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ കുറെ സിനിമകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളെ സിനിമയിൽ കുത്തി നിറച്ച് പിടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കുറെ നല്ല ഡയറക്ടർമാരെ വെച്ചൊക്കെ സിനിമ ചെയ്തതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നിലപാടും നിലവാരവും ഇല്ലാത്തവർ എന്ത് ചെയ്താലും ജനങ്ങൾ ഇങ്ങനെ കാർപ്പിച്ചു തുപ്പിക്കൊണ്ടേയിരിക്കും. എന്തായാലും അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ നിലകൊണ്ട ഒരു വലിയ വിഭാഗമുണ്ട്. അവരോട് വലിയൊരു ബിഗ് സല്യൂട്ട് പറയുകയാണ്. മാത്രവുമല്ല, അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിലകൊണ്ട ആളുകൾക്കപ്പുറത്തേക്ക് അവനൊപ്പം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയി പടം കണ്ട ആളുകൾ പോലും നല്ലത് പറഞ്ഞില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഇപ്പോൾ നിലവിൽ പറയുന്നത്. എന്തായാലും ദിലീപ് എന്ന് പറയുന്ന നടൻ ഇപ്പൊ അടുത്ത സിനിമയായിട്ട് ഇപ്പൊ ഈ 2026 വരും. അതിനും ഒരു 10 തവണയ്ക്ക് മേളിലെങ്കിലും ഒരു കംബാക്ക് എന്ന് പറഞ്ഞു നോക്കിക്കോ, കുറച്ച് നല്ലതാ. എന്തായാലും ഈ മൂപ്പരെയൊക്കെ വെച്ച് പടമെടുക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ചിരി വന്നു പോകുന്നത്. പിന്നെ ഇദ്ദേഹത്തിനൊപ്പം സ്ക്രീൻ പങ്കുവെക്കുന്ന മോഹൻലാലിനെ പോലുള്ള മഹാനടന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ വല്ലാത്ത രീതിയിലുള്ള അയാളെ കുറിച്ച് ഓർക്കുമ്പോൾ നിലവാരമില്ലായ്മ എത്രത്തോളം ഉണ്ട് ഇദ്ദേഹത്തിനൊക്കെ ഇത്തരം വിഷയങ്ങളിൽ എന്ന് തോന്നിപ്പോവുകയാണ്. ലാലേട്ടനെ പോലുള്ള ആളുകളൊക്കെ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് സ്വീകരിക്കേണ്ടതല്ല, ഒക്കെ സ്വയം തോന്നേണ്ടതാണ്, ഒരു വ്യക്തിക്ക് തോന്നേണ്ട സംഭവങ്ങളാണ്. ഈ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ആളുകളെയൊക്കെ എന്ത് പറയാനാണ് അല്ലെ? നമുക്ക് ഒരു നടനെയൊക്കെ ഇഷ്ടപ്പെടാൻ സ്വാഭാവികമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അയാളുടെ ജീവിതത്തിൽ കൂടി നമുക്ക് ഒരു റോൾ മോഡലായിട്ട് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലൂടെ കുറച്ച് ബെറ്റർ ആണ് എന്ന് നമുക്ക് തോന്നലൊക്കെ ഉണ്ടാകണമെങ്കിൽ അവരുടെ നിലപാടിലും അതൊക്കെ നിലനിച്ച് കാണാൻ കഴിയണം. പക്ഷെ അതൊന്നും എന്തുകൊണ്ടോ ലാലേട്ടന്റെ പല വിഷയങ്ങളിലും നമ്മൾ കാണാറില്ല. കേരള കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും നമ്മൾ ലാലേട്ടനെ കണ്ടത് ഈ രീതിയിൽ തന്നെയായിരുന്നു. അങ്ങനെ പല ഇത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ലാലേട്ടൻ പലപ്പോഴും ഈ അറിയാലോ ഇങ്ങനെ കമാ എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടാറില്ല. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ റാതൊക്കെ പ്രതികരണമൊക്കെ നടത്തും. സിനിമയിലാണെങ്കിലും മൂപ്പര് മുണ്ടൊക്കെ മടക്കി കുത്തി മീശയൊക്കെ പിരിച്ച് മാസ് ഡയലോഗൊക്കെ പറയും. പക്ഷെ ജീവിതത്തിൽ പൂച്ചയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ബബ്ബ ബബ്ബ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നേരിട്ട പരാജയം ചിലതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. കുറെ PR വർക്കിനെ ഇറക്കി, കുറെ PR വർക്ക് ടീമുകൾ ഇറക്കി തള്ളി മറിച്ചാലൊന്നും ഒരു പൊട്ടപ്പടവും വമ്പൻ ഹിറ്റായി മാറില്ല. ഒരു പൊട്ടപ്പടവും ബോക്സ് ഓഫീസിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കില്ല. ഒരു പൊട്ടപ്പടവും ഒരു ജനവും ഏറ്റെടുക്കില്ല. മറിച്ചോ നല്ല സിനിമ, അത് എത്ര റേറ്റ് കുറഞ്ഞാൽ, എത്ര ബഡ്ജറ്റ് കുറഞ്ഞ പടമായിരിക്കട്ടെ, നല്ല സിനിമയും നല്ല കഥയും സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളും മികച്ചതാണെങ്കിലോ അതിഗംഭീരമായിട്ട് സിനിമ ഓടും. അതിന് മമ്മൂട്ടി മോഹൻലാലും ഒന്നും വേണമെന്നില്ല. അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്ന അത്യാവശ്യം ആളുകൾക്കൊക്കെ താല്പര്യമുള്ള ആളുകൾ മതി. എന്തായാലും നിവിൻ പോളിയുടെ സർവമായ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വലിയ കുതിപ്പ് നടത്തുമ്പോൾ, എന്തായാലും ഇനി ഈ സിനിമ OTT പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ OTT പ്ലാറ്റ്ഫോമിലും ഒരു തരംഗമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ ഈ ബബ്ബ എന്ന് പറയുന്ന സിനിമയുടെ കുറെ വീഡിയോ സോങ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തു പറയാനാണ്, അതിനും വലിയ കാര്യമായിട്ട് വ്യൂവേഴ്സ് ഒന്നുമില്ല. വിജയ് ഫാൻസിനെയും മോഹൻലാൽ ഫാൻസിനെയും ഒരുമിച്ച് കുത്തി കയറ്റിയിട്ട് ദിലീപ് ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. വിജയ് ഫാൻസും പോയില്ല, മോഹൻലാൽ ഫാൻസും പോയില്ല. അവസാനം മൊത്തത്തിൽ വെളുക്കാൻ നയിച്ചത് പാണ്ടായി എന്നതാണ് നമ്മുടെ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ പറയാനുള്ളത്. എന്നാലും എന്തൊരവസ്ഥയാണല്ലേ, ഇതുപോലൊരു പണി കിട്ടാനില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ദിലീപിനി പഴയ പുള്ളിയുടെ മുൻകാല ഹിറ്റായ സിനിമകളുണ്ടല്ലോ, ആ സിനിമയോടൊക്കെ സെക്കൻഡ് പിടിച്ച് ഇറക്കി തിയേറ്ററിൽ ഇറക്കി കംബാക്ക് നടത്താൻ വേണ്ടി ശ്രമം നടത്തിയാലും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ണിയെ. അതുകൊണ്ട് പറ്റാവുന്ന വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും നടിയാക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെ സർക്കാർ അപ്പീലിന് പോയിട്ടുണ്ട്. അപ്പീലിന്റെ വിധി കൂടി വരട്ടെ അല്ലെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.